കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 27 ആറ്റുകാൽ ദേവീക്ഷേത്രം 5ാം തിരുവുത്സവം. അന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പാടുന്ന പാട്ട്, അതായത് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതിനു ശേഷം എല്ലാ ദിവസവും തോറ്റംപാട്ട് പാടാറുണ്ട്. കണ്ണകീചരിതം, ചിലപ്പതികാരം എന്ന കൃതിയിലെ കണ്ണകീചരിതമാണ് പാടുന്നത്. കണ്ണകീദേവിയുടെ കഥയാണ് പാടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ണകീദേവിയുടെ കഥയാണ് പാടുന്നത്. കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിലെ ധനികനായ വ്യാപാരിയുടെ മകളായ കണ്ണകി അതേ നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു ധനികനായ വ്യാപാരിയായ കോവലനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം സുഖകരമായ ദാമ്പത്യ ജീവിതമാണ് അവർ നടത്തിക്കൊണ്ട് പോന്നിരുന്നത്. പിന്നീട് ഒരവസരത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ നർത്തകിയായ മാധവിയുമായി കോവലന് സൗഹൃദം ഉണ്ടാവുകയും ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് കോവലൻ കണ്ണകിയെ ഉപേക്ഷിച്ചിട്ട് മാധവിയുടെ കൂടെ താമസമാക്കുകയും ചെയ്യുന്നു. കോവലനും മാധവിക്കും ഒരു മകൾ പിറക്കുന്നു. ആ മകളുടെ പേരാണ് മണിമേഖല. അതിനുശേഷം പിന്നീട് ഒരു നൃത്ത മത്സരം, ഒരു പാട്ട് മത്സരത്തിൻ്റെ ഇടയിൽ ഇവർക്ക് തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും പിരിയുകയും ചെയ്യുന്നു. മാധവി കോവലനുമായി പിരിഞ്ഞതിനു ശേഷം തൻ്റെ നൃത്തവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചതിനു ശേഷം പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഥയാണ് ക്ഷേത്രത്തിലും തോറ്റംപാട്ടായി പാടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കോവലൻ തിരിച്ച് കണ്ണകിയുടെ അടുത്തേക്ക് വരുന്നു. കണ്ണകി വളരെ സന്തോഷത്തോടുകൂടി കോവലനെ സ്വീകരിക്കുന്നു. അപ്പോഴേക്കും കോവലൻ്റെ സമ്പത്തെല്ലാം തീർന്നിരുന്നു. കാരണം വ്യാപാരമൊന്നും നടന്നിരുന്നില്ല. പിന്നീട് എങ്ങനെ താമസിക്കുമെന്ന നിലയായി. അതനുസരിച്ചിട്ട് കണ്ണകി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ അവശേഷിച്ചിരിക്കുന്ന ചിലമ്പുകളിൽ ഒരു ചിലമ്പ് ഞാൻ അങ്ങേക്ക് നൽകാം. ആ ചിലമ്പ് കൊണ്ടുപോയി വിൽക്കുക. അതിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യാപാരം നടത്താം. അങ്ങനെ നമുക്ക് ജീവിക്കാം. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്. അതായത് 4ാമത്തെ തിരുവുത്സവം ഇന്ന് കോവലൻ ചിലമ്പ് വിൽക്കാനായി പോകുന്ന ഭാഗമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ തോറ്റംപാട്ടായി പാടിയത്. നാളത്തെ ദിവസം, അതായത് 2026 ഫെബ്രുവരി 27 തീയതി കോവലൻ ഈ ചിലമ്പുമായി, കണ്ണകിയുടെ ഒരു ചിലമ്പുമായി സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഈ സ്വർണ്ണപ്പണിക്കാരൻ രാജാവിൻ്റെ ആസ്ഥാന പണിക്കാരനാണ്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പണിക്കാരൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചിരുന്നു. രാജ്ഞിയുടെ ചിലമ്പ് കാണുന്നില്ല. സ്വർണ്ണപ്പണിക്കാരനാണ്. ആഭരണങ്ങളൊക്കെ രാജ്ഞിയുടെ കൈകാര്യം ചെയ്യുവാൻ അവസരമുള്ള ആളാണ്. രാജാവിൻ്റെ സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെ അയാൾ തന്ത്രപൂർവം രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചിരുന്നു. രാജ്ഞിയുടെ ചിലമ്പ് കാണാത്തതിനാൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്ന സമയവുമായിരുന്നു. ആ സമയത്താണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കലേക്ക് കോവലൻ ഈ ചിലമ്പുമായി ചെല്ലുന്നത്. അതായത് കണ്ണകിയുടെ ഒരു ചിലമ്പുമായി ചെല്ലുന്നത്. സ്വർണ്ണപ്പണിക്കാരൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നു, കണ്ണകിയുടെ ചിലമ്പിൻ്റെ അതേ ആകൃതിയും രൂപവും ഫാഷനും ഒക്കെ തന്നെയാണ് രാജ്ഞിയുടെ ചിലമ്പിൻ്റേതും. ഇത് തമ്മിൽ വളരെയധികം സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോവലനാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് എന്ന് ഈ സ്വർണ്ണപ്പണിക്കാരൻ രാജാവിനെ അറിയിക്കുന്നു. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞതനുസരിച്ചിട്ട്
കൊട്ടാരത്തിൽ നിന്ന് ഭടന്മാർ എത്തുകയും കോവലനെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. തൊണ്ടി മുതലായി കോവലൻ കൊണ്ടുചെന്ന കണ്ണകിയുടെ ചിലമ്പും കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് രാജാവും രാജ്ഞിയും ഈ ചിലമ്പ് പരിശോധിക്കുന്നു. അവരുടെ പരിശോധനയിൽ ഈ ചിലമ്പ്, കണ്ണകിയുടെ ചിലമ്പ് രാജ്ഞിയുടേതാണ് എന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. സ്വർണ്ണപ്പണിക്കാരനും ആ സമയത്ത് രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പണിക്കാരൻ ഉറപ്പിച്ചു പറയുന്നു ഇത് രാജ്ഞിയുടെ ചിലമ്പ് തന്നെയെന്ന്. അതോടുകൂടി ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും കോവലനെ കുറ്റക്കാരനായി വിധിക്കുന്നു. അങ്ങനെ രാജാവും രാജ്ഞിയും എല്ലാവരും കൂടിച്ചേർന്ന് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ പ്രേരണയാൽ അല്ലെങ്കിൽ അയാളുടെ ഉറപ്പിന്മേൽ കോവലൻ തന്നെയാണ് കള്ളൻ എന്ന് സ്വർണ്ണപ്പണിക്കാരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ മറ്റൊന്നും ആലോചിക്കാതെ, യാതൊരു തെളിവെടുപ്പും കൂടാതെ, ഒരു വിചാരണയും കൂടാതെ കോവലൻ കുറ്റക്കാരനെന്ന് വിധിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചിലമ്പ് മോഷ്ടിച്ചത് അത് സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കോവലനെ കുറ്റക്കാരനായി വിധിക്കുവാനായി ഉള്ള ഒരു അവസരം ഇവിടെ വന്നത്. ആ അവസരം സ്വർണ്ണപ്പണിക്കാരൻ ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി വിചാരണയൊന്നും കൂടാതെ കോവലൻ കുറ്റക്കാരനായി തീരുന്നു. ഈ ഭാഗമാണ് നാളത്തെ ദിവസം, അതായത് 5-ാം തിരുവുത്സവ ദിവസം തോറ്റം പാട്ടായി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പാടുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു സന്ദർഭം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. കണ്ണകി ചിലമ്പ് കൊടുത്തു വിടുന്നു. കോവലൻ അത് സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുന്നു. കോവലനെ കുറ്റക്കാരനായി രാജകൊട്ടാരത്തിൽ നിന്ന് വിധിക്കുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു സന്ദർഭം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ആ സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇനി ഈ പറയുന്ന നാമം നിങ്ങൾ 108 തവണ ജപിക്കണം. ഈ നാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ള നാമം നിർബന്ധമായും 7 തവണ ജപിച്ചതിനു ശേഷം വേണം ഞാൻ ഇനി ഈ പറയുന്ന ഈ നാമം നിങ്ങൾ 108 തവണ ജപിക്കേണ്ടതായിട്ടുള്ളത്. പൊങ്കാല ഇടുന്നവർ മാത്രമല്ല, അല്ലാത്തവരും ഈ നാമം ജപിക്കണം. ആദ്യം സർവമംഗളമംഗല്യ എന്നുള്ള നാമം ജപിക്കണം. അതിനുശേഷം ഈ നാമം 108 തവണ ജപിക്കണം. സർവമംഗളമംഗല്യ എന്നുള്ള നാമം 7 തവണയാണ് ജപിക്കേണ്ടത്. ഇത് ഈ അവസരത്തിൽ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭഗവതിയുടെ ഓരോരോ നാമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ നാമങ്ങൾ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ജപിക്കാവുന്നതാണ്. അതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞു തന്ന നാമങ്ങളും ഓരോ ദിവസവും ആ നാമങ്ങൾ കൂടി നിങ്ങൾക്ക് 7 തവണയോ 21 തവണയോ ഒക്കെ വെച്ച് ആ നാമവും ജപിക്കാവുന്നതാണ്. ഇതെല്ലാം ദേവി മഹാത്മ്യത്തിലെ നാമങ്ങളാണ്. വളരെയധികം ശക്തിയാർന്ന ഐശ്വര്യദായകങ്ങളായ മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. രൗദ്രായേ നമോ നിത്യായേ ഗൗരീ ധാത്രേ നമോ നമ ജ്യോത്സ്നായേ ചേന്ദുരൂപണ്യേ സുഖായേ സതതം നമഃ. ഈ നാമം ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 108 തവണ ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു 9 തവണ അല്ലെങ്കിൽ ഒരു 21 തവണയെങ്കിലും ജപിക്കുക. അങ്ങേറ്റം ശ്രേഷ്ഠമായ നാമമാണ്. സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. ശത്രുദോഷം, കണ്ണേറുദോഷം, പ്രാക്കുദോഷം, കുടുംബദോഷം, ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുകയും സുഖവും സമൃദ്ധവുമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യും. ഈ നാമം നിത്യേന ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭഗവതിയുടെ അപാരമായ കാരുണ്യം നമുക്ക് ലഭിക്കും. ജീവിത വിജയത്തിനായി പ്രാർത്ഥിക്കേണ്ടുന്ന നാമങ്ങളാണ്. ഈ നാമങ്ങളെല്ലാം തന്നെ എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.